ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു CS റാങ്കിൻ്റെ വീഡിയോ ആയിരുന്നു. ഇപ്രാവശ്യം CS റാങ്ക്ഡായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കുക, ഇനി കുറേ നാളത്തേക്ക് CS റാങ്ക്ഡ് മാത്രമായിരിക്കും വരിക. കാരണം നമ്മൾ റാങ്ക് പുഷിംഗ് ആയിരുന്നു ഗൈസ്. എങ്ങനെയെങ്കിലും ഞാൻ ഇതുവരെ ഗ്രാൻഡ് മാസ്റ്റർ അടിച്ചിട്ടില്ല. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള റാങ്ക് പുഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ BRലോട്ട് ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതാണ് ഇങ്ങനെ CS റാങ്കിൻ്റെ വീഡിയോ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലം നിങ്ങളിത് സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ 10 ദിവസം വെക്കേഷൻ കിട്ടിയത് കാരണം ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഫ്രീ ഫയറിൽ ആക്റ്റീവായിട്ട് നിന്ന് റാങ്ക് പുഷിംഗ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇനി നാളെ തൊട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടൈം കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും ഒക്കെ ടൈം കിട്ടുമോ എന്നറിയില്ല. എന്തായാലും മാക്സിമം ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ റൗണ്ട് സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും നമ്മളിതേ ഒരാളെ ഇപ്പോൾ തന്നെ നോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ അടുത്ത ആളെ കണ്ടപ്പോഴത്തേനും അവൻ്റെ പുറകെ പോയി അവനെ നോക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ അങ്ങ് ഫിനിഷ് ചെയ്യുകയാണ്. കാരണം റിവൈവ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ കണ്ടുപിടിച്ച് പോയി നോക്ക് ചെയ്യണ്ടേ, വെറുതെ എന്നാത്തിന് റിസ്ക് എടുക്കുന്നത്. അതുകൊണ്ട് അതും അങ്ങനെ ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് അവൻ്റെ ലൂട്ടും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നമ്മൾ അടുത്ത എനിമിയെ തപ്പി പോവുകയാണ് ഗൈസ്. ഒരാളും കൂടെ നോക്കായി കിടപ്പുണ്ട്. അത് നമ്മളിതേ കണ്ടപ്പോൾ പിന്നെ ആ ഒരു നോക്ക് അങ്ങ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും വെറുതെ വന്ന് റിവൈവ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ട് ഇനി ഒറ്റ ഒരുത്തനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തേണ്ട അവനെ തപ്പുവാണ്. നമുക്ക് ട്രിപ്പിൾ കിൽ എടുക്കാൻ പറ്റുമല്ലോ അവനെയും കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ അവനെ നോക്കി നടക്കുവാണ്, പക്ഷേ കണ്ടില്ല ഗൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ ടീമേറ്റ് അവനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കയ്യിൽ നിന്ന് പോയി, ട്രിപ്പിൾ കിൽ എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ശരി സാരില്ല, ഡബിൾ കില്ലിൽ ഒതുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് അവൻ്റെ ഒരു ഹെഡ് കൊടുക്കുന്നത്. പിന്നെ വേഗം തന്നെ നമ്മുടെ ടീമേറ്റിനെ അവൻ നോക്ക് ചെയ്ത് കാരണം ഞാൻ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് വിക്ടറി അടിക്കാനായിട്ട് പറ്റി. അതും ക്ലൂലെസ് തന്നെയാണ് ഗൈസ് ഹൈലൈറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിതേ സെക്കൻഡ് റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എലൈറ്റ് ഹീറോയ്ക്കിലാണ് നിൽക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ അടിച്ച് കഴിയുമ്പോൾ എന്തായാലും നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം എൻ്റെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇതേ റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ തന്നെ കോടാലിയും വെട്ടുകത്തിയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഓടുന്നുണ്ട് ഗൈസ്. ഒന്നുമില്ലെങ്കിലും പേടിപ്പിക്കുമെങ്കിലും ചെയ്യാമല്ലോ. ഓടുന്നത് കണ്ടാലേ അറിയാമല്ലോ, ഇറങ്ങി കളിക്കാനൊന്നും അല്ല പ്ലാൻ, മേളിലോട്ട് തന്നെയാണ് നമ്മുടെ സ്ഥിരം സ്പോട്ട്. മേളിൽ ഇരുന്നിട്ട് നമ്മുടെ ടീംമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ എപ്പോഴും ആദ്യമേ ചെയ്യാറ്. അത് കഴിഞ്ഞ് സോൺ വരുമ്പോഴായിരിക്കും മിക്കവാറും ഇറങ്ങി കളിക്കാറ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മൾ മേളിൽ കയറി വന്നിട്ട് എനിമീസിനൊന്നും കാണാനില്ല ഗൈസ്. അത് കഴിഞ്ഞ് അവിടെ ഒരുത്തൻ ഒളിച്ചിരിക്കുന്ന കണ്ടു. പക്ഷേ ഒളിച്ചിരിക്കുന്ന കാരണം തന്നെ ഇവിടെ നിന്ന് എനിക്ക് ഈ ഗണ്ണ് വെച്ചിട്ട് അവനെ സ്കോപ്പ് ചെയ്ത് അടിക്കാനൊന്നും പറ്റില്ല. എന്നാലും തല ചെറുതായിട്ട് കാണാമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വഴിയുണ്ടോ സ്കോപ്പ് ചെയ്ത് ഹെഡ് കൊടുക്കാൻ എന്ന് നോക്കുവാണ്. പക്ഷേ ഒന്നും നടക്കുന്നില്ല ഗൈസ്. അപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ് ഇതേ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. അവൻ കയറി വരുന്നുണ്ടോ എനിമീസ് എന്നൊക്കെ നോക്കി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് എനിമീസിന് ഡാമേജ് ഒക്കെ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ഡാമേജ് കൊടുക്കുന്നതനുസരിച്ച് എനിക്ക് ഇങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ഡാമേജ് കിട്ടിയായിരുന്നു. വേറെ ആരുമല്ല ഗൈസ്, നമ്മൾ ആദ്യമേ നോക്കി വെച്ചവനാണ് എനിക്ക് ഡാമേജ് തന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവന് ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ്സ് അങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടീംമേറ്റ്സ് വെറുതെ വിടില്ല എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ താഴത്തോട്ട് ഇറങ്ങി സോൺ സ്ട്രിങ്കായി വരുന്നതനുസരിച്ച്. അപ്പോൾ എനിമീസും ഉണ്ടായിരുന്നു, നമ്മുടെ ടീംമേറ്റും നോക്കായി, ഞാനും നോക്കായിട്ടുണ്ട്. അങ്ങറ്റത്തൂന്ന് ഇങ്ങറ്റത്തൂന്ന് എനിക്ക് അടി കിട്ടി ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, അതായത് അങ്ങറ്റത്തിരുന്ന എനിമി ഇങ്ങറ്റത്ത് നിന്ന് എന്നെ നോക്ക് ചെയ്തിട്ടിട്ടുണ്ട് എന്നാണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആയിപ്പോയി. എന്താണെങ്കിലും എന്താ, നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മളിതേ പോയി നോക്കായിട്ടുണ്ട്, എല്ലാവരും ഫിനിഷായി. അങ്ങനെ ആ റൗണ്ട് അവർ വിക്ടറി അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഒന്നൊന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. നമ്മളൊന്ന് പിടിച്ചപ്പോൾ അവരൊന്ന് പിടിക്കുകയും ചെയ്തു. അവർ ഒട്ടും മോശമല്ലാന്ന് അവർ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്നിരിപ്പുണ്ട് ഗൈസ്. ഇവിടെ വന്നിട്ട് അവരുടെയൊക്കെ തല കണ്ടിട്ട് എനിക്കിങ്ങനെ മര്യാദ ഇരിക്കാൻ തോന്നുന്നില്ല. ഞാൻ ഇടയ്ക്ക് പൊങ്ങി അവർക്ക് അടിയൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്തും ഇതേ സ്ഥലത്ത് തന്നെയാണല്ലോ അവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും സേഫാണ് ഗൈസ്. അത് കഴിഞ്ഞ് ഒരുത്തൻ എന്തിനാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതെന്ന് അറിയത്തില്ല. വലിയ കാര്യത്തിൽ ഇറങ്ങി വന്നപ്പോൾ ഞാൻ കുത്തിപ്പിടിച്ച് അവനെ അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതായാലും ഇതുവഴി നേരെ വന്നൊന്നും അവനെ റിവൈവ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള എനിക്ക് അറിയാവുന്ന കാരണം ഞാൻ ടെൻഷൻ അടിക്കാതെ അവിടെ ഇരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ അവനെ ഫിനിഷ് ചെയ്യാനൊന്നും ഞാൻ നോക്കിയില്ല. ആ ഒരു ടൈം കൊണ്ട് തന്നെ അടുത്ത ഒരുത്തനും പോയി നോക്കായിട്ടുണ്ട്. പക്ഷേ അവനതേണ്ട പൊക്കി വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ് ധീര എന്നൊക്കെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് അവൻ വലിയ ധൈര്യത്തിൽ കയറിപ്പോയി ഗൈസ്. അപ്പോൾ അവന് സപ്പോർട്ടായിട്ട് ഞാനും കയറി ചെല്ലുന്നുണ്ട്. അടുത്തവനെ കണ്ടപ്പോൾ അവനെയും കുത്തിപ്പിടിച്ച് നോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു എനിമിനെയും കണ്ടപ്പോൾ അവനെയും കുത്തിപ്പിടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവരെ ഒന്നും കില്ലെടുക്കാതെ ഞാനിങ്ങനെ ഓടുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈസ് എടുക്കാനുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത എനിമിയും തപ്പിപ്പിടിക്കാൻ നടക്കുവാണ് ഗൈസ്. പക്ഷേ അവനെ കണ്ടില്ല, നമ്മുടെ ടീംമേറ്റ് നോക്ക് എടുത്തു. പക്ഷേ എന്തായാലും ട്രിപ്പിൾ കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഹൈലൈറ്റ് ക്ലൂലെസ് തന്നെയാണ്. അങ്ങനെ 2 റൗണ്ടിലും ട്രിപ്പിൾ കില്ലൊക്കെ എടുത്തപ്പോൾ എന്തെന്നില്ലാത്തൊരു മനസ്സുഖം, ആഹാ. അങ്ങനെ വിജയലാളിതരായി നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ് ഗൈസ്. ഇത്രയൊക്കെ ക്ലൂലെസിനെ കുറിച്ച് ക്ലൂലെസ് തന്നെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഈ റൗണ്ട് വിക്ടറി അടിച്ചില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ ഈ റൗണ്ട് നമ്മൾ വിക്ടറി അടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗൈസ് നോക്കുന്നത്. പക്ഷേ നമ്മുടെ പ്ലേസിനൊന്നും ഒരു മാറ്റവും ഇല്ല. സ്ഥിരം പോകുന്ന സ്ഥലത്ത് തന്നെയാണ് ആദ്യമേ കയറി ചെല്ലുന്നത്. ഇറങ്ങി കളിക്കാനൊന്നും എന്തായാലും പ്ലാൻ ചെയ്തിട്ടില്ല. വെറുതെ ഒത്തിരി ഷോ കാണിച്ച് ആദ്യമേ പോയി നോക്കാവുന്നതിലും ഭേദം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുന്നു എന്നുള്ള ഡയലോഗ് പറയുന്നത് തന്നെയല്ലേ.
അങ്ങനെ നമ്മളിതേ മേളിൽ കയറി വന്ന് ഒരുത്തനെ നോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവനെ അങ്ങ് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ വേറെ എനിമീസ് ഇല്ലാത്ത കാരണം ഞാൻ തൽക്കാലം അവനെ അങ്ങ് വിട്ടു. അപ്പോഴാണ് ഇനി അടുത്ത എനിമി എവിടെ എന്നിങ്ങനെ നോക്കുമ്പോഴാണ് ദേ ഇവിടെ ഒരുത്ത ഒളിഞ്ഞിരിക്കണം. അങ്ങനെ വിട്ടാൽ ശരിയാവുമോ? ഇല്ല. അതാരാടാ അങ്ങനെ ഒരു ഇല്ല പറഞ്ഞേ? എന്തായാലും പറഞ്ഞത് ശരിയായതുകൊണ്ട് നമ്മൾ വെറുതെ വിട്ടേക്കുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിതേ അവനെ ഹെഡൊക്കെ നോക്കി അടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു വട്ടം ട്രൈ ചെയ്തപ്പോൾ അവൻ കവർ എടുത്തു ഗൈസ്. പക്ഷേ രണ്ടാമത്തെ വട്ടം എനിക്ക് തെറ്റിയില്ല, അവനെ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഥിരം ചെയ്യുന്ന പോലെ ഞാൻ കില്ലെടുക്കാനൊന്നും നിന്നില്ല ഗൈസ്. കാരണം എത്ര പേര് വന്നാലും അടിച്ചിടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടുതലുള്ളത് കൊണ്ടൊന്നുമല്ല. സോൺ സ്ട്രിങ്കായി വരുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഏതായാലും ഇനി അവൻ്റെ ടീംമേറ്റ്സ് ഒന്നും അവിടെ പോയി റിവൈവ് ചെയ്യാൻ പോകണില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ദേ കളി വിക്ടറി അടിച്ച് ഗൈസ്. മേളിലിരുന്നോണ്ടാന്ന് തോന്നുന്നു അത്രയും ടൈം എടുത്തത്. നമ്മുടെ ടീംമേറ്റ്സ് ദേ എന്തായാലും എല്ലാവരെയും ഫിനിഷ് ചെയ്ത് ആ ഒരു റൗണ്ട് വിക്ടറി എടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ റൗണ്ട് തന്നെ ആയിരിക്കണം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാലേ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. അപ്പോൾ ദേ ലാസ്റ്റ് റൗണ്ടാണ് ഇതെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഒരുത്തനെ ദേ ഐശ്വര്യമായിട്ട് നമ്മൾ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നടുക്കായതുകൊണ്ട് തന്നെ അവനെ ദേ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കാരണം വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്ന എന്നായിരത്തിനാന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് ദേ നമ്മൾ അടുത്ത ടീമേറ്റല്ല എനിമിനെ നോക്കി നടക്കുവാണ്. നമുക്ക് പിന്നെ അങ്ങനെ എനിമിന്നൊന്നും ഇല്ല, എല്ലാം നമ്മുടെ ടീംമേറ്റ് പോലെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ദേ എനിമിയെ നോക്കി നടക്കുവാണ് ഗൈസ്. അങ്ങനെ ദേ നമ്മൾ ഷോർട്ട് കട്ടൊക്കെ എടുത്ത് മേളിലോട്ട് കയറി ചെല്ലുവാണ്. സാധാരണ ഞാൻ ഈ വഴിയൊന്നും പോകാറില്ല, കാരണം അപ്പുറം നല്ല സ്ട്രോങ് ആയിട്ടുള്ള എനിമീസ് ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ. പ്രാവശ്യം പിന്നെ 2 റൗണ്ടിലൊക്കെ ട്രിപ്പിൾ കിൽ എടുത്ത ഒരു കോൺഫിഡൻസിൽ ഞാൻ അങ്ങ് കയറി ചെല്ലുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് ബാക്കിലോട്ട് നോക്കിയത് നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ പടമായനെ ഗൈസ്. അവനെ പിന്നെ അതേ കണ്ടപ്പോൾ തന്നെ അങ്ങ് നോക്കി ചെയ്തിട്ടുണ്ട്. ഇനി ഒറ്റ എനിമിയും കൂടെ ഉള്ളൂ, അവനെ നോക്കി നടക്കുവാണ് ഗൈസ്. അപ്പോൾ അവൻ എവിടെ എന്നിങ്ങനെ നോക്കുവാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ടീംമേറ്റ് അവിടെ പിടിച്ച് അടിക്കുന്നുണ്ടായിരുന്നു. എന്നാത്തിനാന്ന് പോലും മനസ്സിലായില്ല. അടിച്ച് നോക്കിയപ്പോൾ എനിമിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മനസ്സിലായി അവൻ്റെ നെറ്റ് പോയതാണെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ വേണ്ട ഒറ്റയ്ക്ക് ആ എനിമിയും തപ്പി പോകുന്നുണ്ട് ഗൈസ്. അപ്പം നെറ്റ് പോയ ടീംമേറ്റ് പോയി നോക്കായിരുന്നു. അത് കഴിഞ്ഞ് ദേ വന്നപ്പോഴത്തേനും നമ്മുടെ ഒരു ടീംമേറ്റും കൂടെ പോയി നോക്കായി. അപ്പോൾ എനിമി എവിടെ ഉണ്ടെന്നുള്ള ഏകദേശം ധാരണ എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ ഒരു ബോട്ട് പോലത്തെ എനിമി ആയിരിക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ടീംമേറ്റിനെ ഒന്ന് റിവൈവ് ചെയ്ത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അവൻ അതുവഴി വരുന്നത് ഞാൻ കണ്ടതാണ് ഗൈസ്. പക്ഷേ എന്തോ ഇത്തിരി ഓവർ കോൺഫിഡൻസ് എനിക്ക് അങ്ങ് കൂടിപ്പോയതിൻ്റെ കുഴപ്പമായിരുന്നു കണ്ടതിപ്പോൾ. അത് കഴിഞ്ഞ് ദേ ഞാനും അങ്ങനെ പോയി നോക്കായിട്ടുണ്ട് ഗൈസ്. ഇനി ഒറ്റ ഒരു ടീംമേറ്റും കൂടെ നമുക്കുള്ളൂ. അതുപോലെ തന്നെ എനിമി ഒരാളെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ടീംമേറ്റ് പിടിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ അവനെല്ലാം വിട്ടുകൊടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു ഗൈസ്. അപ്പം നമ്മുടെ ടീംമേറ്റ് ഉണ്ട് സോണൊക്കെ ഷ്രിങ്കായാലും പിടിക്കാൻ സെറ്റായിട്ട് താഴത്ത് വന്ന് നിൽക്കുവാണ് ഗൈസ്. ഞാൻ പഠിപ്പിച്ച വിദ്യകളും പൊടിക്കൈകളും ഒന്നും അവൻ മറന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ എനിമി താഴത്തോട്ട് ചാടേണ്ട ആവശ്യമുള്ളൂ ഗൈസ്, നമുക്ക് ബൂയ എഴുതി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിമി ചാടുന്നില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇങ്ങനെ ലോങ് ആയിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവൻ്റെ വട്ടം കറങ്ങി എനിമി ഏതെങ്കിലും സൈഡിൽ കൂടെ ചാടുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് നല്ല രീതിയിൽ ഡാമേജ് കിട്ടുന്നത്. പിന്നെ ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ വേഗം തന്നെ അവൻ ഗ്ലൂ ആളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതേ മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്യുവാണ്. ആ ഒരു ടൈം കൊണ്ട് കറങ്ങി എനിമി എത്തിയപ്പോൾ അവൻ പിന്നെയും ഗ്ലൂ ആളൊക്കെ ഇട്ടു. എൻ്റെ എല്ലാ സ്കിൽസും അവൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഡാമേജ് എനിമിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സോൺ ഷ്രിങ്കായി വന്നു. എനിമീനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിപ്പിച്ചു കൊടുത്തതൊന്നും അവൻ മറക്കത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ബൂയ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.